നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. Praise the Lord. Praise the Lord. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 25-ാം തിരുലിഖിതം, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം നമുക്ക് ഒന്നിച്ച് പറയാം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഞെരുക്കം, ഒരു തകർച്ച, ഒരു പൈശാചിക ആക്രമണം, ഒരു വിശ്വാസ അപജയം, ഒരു ബുദ്ധിമുട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ സാത്താൻ പരിശ്രമിക്കും. ഒരു ദൈവ പൈതൽ ഞെരുക്കത്തിന് നടുവിൽ, ഒരു ദൈവ പൈതൽ രോഗത്തിന് നടുവിൽ എന്തു ചെയ്യണം? ദൈവവചനം പഠിപ്പിക്കുകയാണ്, കർത്താവിനെ കാത്തിരിക്കണം, കർത്താവിനെ തേടണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇതാ ഒരു കുടുംബത്തിൻ്റെ അനുഭവം, ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ആൻസി. വിജയപുരം രൂപതയിലെ പൈസ്നഗർ ഇടവകയിൽ നിന്നും മൂന്നാർ അടുത്ത് മറയൂരിൽ നിന്നും ഞാൻ വരുന്നു. ഞാൻ എവിടെന്നാ വരുന്നത്? മൂന്നാർ അടുത്ത്, മൂന്നാറിനടുത്തുള്ള മറയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അവിടെ കോൺവെൻറ്റ് സ്കൂളിൽ അധ്യാപികയായിട്ട് ഞാൻ 2008 ജോലിക്ക് ജോയിൻ ചെയ്തു. പക്ഷേ നിരവധി കാരണങ്ങളാൽ എൻ്റെ അപ്പോയിൻമെൻറ്റ് നിരസിക്കുകയും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കലും 1 രൂപ പോലും ശമ്പളം മേടിക്കാതെ ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷത്തെ അഭിഷേകാഗ്നി കൺവെൻഷൻ ഇതുപോലെ ഞാൻ വന്ന്, എവിടുത്തെ അഭിഷേകാഗ്നി കൺവെൻഷൻ? പാലക്കാട് നടന്ന അഭിഷേകാഗ്നി. മൂന്നാറിൽ നിന്ന് കഴിഞ്ഞ വർഷം ഈ പാലക്കാട് അഭിഷേകാഗ്നി കൺവെൻഷൻ, ഇതിൻ്റെ പ്രത്യേകത സിഹിയോൻ്റെ ആസ്ഥാന കൺവെൻഷനാണ്. പ്രൈസ് ദി ലോർഡ്. അച്ഛന് ആരാധനയ്ക്ക് ഒത്തിരി അനുഭവങ്ങൾ, രോഗസൗഖ്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ പേര് മാത്രം, എൻ്റെ കാര്യം മാത്രം വിളിച്ചു പറയുന്നില്ലല്ലോ കർത്താവേ എന്നൊരു സങ്കടത്തോടെ ഇരുന്ന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഏറ്റവും ലാസ്റ്റ് മണിക്കൂറിലെ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന 3 അധ്യാപകരുടെ ജോലി കർത്താവ് സ്ഥിരപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വസിച്ച് അതിലൊരെണ്ണം ഞാനായിരിക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അതങ്ങോട്ട് സ്വീകരിച്ച്. എൻ്റെ ഒപ്പം തന്നെ രണ്ട് പേരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ 3 പേര് ഞങ്ങളായിരിക്കും ഉറച്ച് വിശ്വസിച്ചു. കൃത്യം 1 മാസമായപ്പോൾ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങി. ഡിസംബർ 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ 10 മണിയായപ്പോൾ 2011 ജൂൺ മുതലുള്ള ശമ്പളം ഞാൻ എഴുതി കയ്യിൽ മേടിക്കുകയും ചെയ്തു. കർത്താവ് എനിക്ക് വലിയ കാലങ്ങളായി മുടങ്ങിക്കിടന്ന വിഷയത്തിൽ കർത്താവ് ഇടപെട്ട് പാത തുറന്നു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മണിക്കൂറിൽ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളിലും ഇതേപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം ഇടപെടും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അലസത, ക്ഷീണം ഇതൊക്കെ ചിലപ്പോൾ വരാം. പക്ഷേ അതിനെ അതിജീവിക്കണം. എല്ലാവരും എഴുന്നേൽക്കുക. എഴുന്നേൽക്കാൻ പറ്റാത്ത വിധ രോഗികളായവർ കടക്കയിലിരുന്ന് യേശുവേ എന്ന് പറഞ്ഞ് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഈ സമയത്ത് കുട്ടികൾ മാതാപിതാക്കന്മാരുടെ കൂടെ നിൽക്കണം. അനേക സ്ഥലങ്ങൾ ഒരുമിച്ച് കുട്ടികൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ കർത്താവ് കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നത് കുട്ടികൾക്കും ബാലികാബാലന്മാർക്കും അവരുടെ പ്രയാസങ്ങളിലാണെന്ന് അനേക അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടികളെ, നിങ്ങളിപ്പോൾ ശരിക്കും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക കോൺവെന്റുകളിൽ ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ് ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങളിന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഒരു പുതിയ അനുഗ്രഹം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. നിങ്ങളുടെ കോൺവെന്റിനെ കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളെ കർത്താവ് പ്രത്യേകം സന്ദർശിക്കുന്ന സമയമാണിത്. കുടുംബനാഥന്മാരും കുടുംബനാഥകളും അവരവരുടെ കുടുംബത്തിൻ്റെ വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഒരു വലിയ അഗ്നി കുടുംബത്തിലേക്ക്
പ്രാർത്ഥിക്കുമ്പോൾ വ്യാപരിക്കണം. കുടുംബത്തിൽ വിശ്വാസം കുറഞ്ഞവരുണ്ട്, അവരുടെ മേൽ വിശ്വാസത്തിന് കൃപയായി പരിശുദ്ധാത്മ വ്യാപരിക്കണം. സമൂഹത്തിൽ വിശ്വാസം കുറഞ്ഞവരുണ്ട്, ആ സമൂഹത്തിലേക്ക് വിശ്വാസത്തിന് അഭിഷേകമായി പരിശുദ്ധാത്മ വ്യാപരിക്കണം. എല്ലാവരും ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതേപോലെ ഈ ടീമിനോട് ചേർന്ന് ഇപ്പോൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. യേശുവേ, 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 ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ നാമത്തിൽ പരിശുദ്ധാത്മാഭിഷേകം പരിശുദ്ധാത്മാഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ, ഇപ്പോൾ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളെയും എല്ലാ നേതൃത്വ നിരകളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ബാലികാ ബാലന്മാരെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. കൈക്കുഞ്ഞുങ്ങളെയും ശിശുക്കളെയും കൈകളിൽ എടുത്ത് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഹൃദ്യമായ ഒരു അനുഭവം, ഹൃദ്യമായ ഒരു അനുഭവം ഇപ്പോൾ നൽകണമേ. വേദനിച്ചിരിക്കുന്ന രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ. മനോവിഷമത്തോടെ ഇരിക്കുന്നവരെ ഇപ്പോൾ തൊടണമേ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ നിറയണമേ, ഈ സമൂഹത്തിലേക്ക് നിറയണമേ. എല്ലാവരും ഒരുമിച്ച് സ്തുതിക്കുന്നു. കുട്ടികൾ മാതാപിതാക്കന്മാരുടെ കൂടെ ഒരുമിച്ച് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ വ്യാപരിക്കണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഹോളി സ്പിരിറ്റ് നിറയണമേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഓ ശക്തിയുടെ ആത്മാവേ നിറയണമേ. പാപത്തി ശക്തിമേനി അഗ്നിയായെങ്കിൽ കരങ്ങളടിച്ച് ശക്തിമേനി അഗ്നിയായെങ്കിൽ ഉണർവോടെ ശക്തിമേനി അഗ്നിയായെങ്കിൽ പരിശുദ്ധാത്മാവേ ദൈവമേ അഗ്നിയായെങ്കിൽ നന്നായി കൈയടിച്ച് ശക്തിമേനി അഗ്നിയായെങ്കിൽ രോഗത്തി ശക്തിമേനി അഗ്നിയായെങ്കിൽ ഹോളി സ്പിരിറ്റ് ശക്തിമേനി അഗ്നിയായെങ്കിൽ ആത്മാവ ദൈവമേ അഗ്നിയായെങ്കിൽ പരിശുദ്ധാത്മാവേ ശക്തിമേനി ഗ്ലോറി, ഗ്ലോറി. രോഗത്തി ശക്തിമേനി അഗ്നിയായെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തിമേനി അഗ്നിയായെങ്കിൽ ഹോളി സ്പിരിറ്റ് ആത്മാവ ദൈവമേ അഗ്നിയായെങ്കിൽ ആത്മാവേ അഗ്നിയായി നിറയണമേ, നിറയണമേ. ആത്മാവേ ഇപ്പോൾ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. നിറയണമേ, അഗ്നിയായി നിറയണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അഗ്നിയായി നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ഈ നിമിഷങ്ങളിൽ വ്യാപരിക്കണമേ. ആരാധന, ആരാധന, ആരാധന. എല്ലാവരും സ്തുതിക്കുന്നു, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, ശക്തിയോടെ സ്തുതിക്കുന്നു. ഇതാ ദൈവശക്തി വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ക്ഷീണങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, അന്ധകാരങ്ങൾ തകരുന്നു, പൈശാചിക പീഡകൾ ശാസിക്കുന്നു, രോഗബാധകൾ വിട്ടുപോകട്ടെ, പീഡകളെ ആട്ടിപ്പായിക്കുന്നു, എല്ലാ തകർച്ചകളെ ശാസിക്കുന്നു. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ യേശുവേ. ആരാധന, 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 ആരാധന. ആത്മാവേ അഗ്നിയായി നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ അഗ്നിയായി നിറയണമേ, അഗ്നിയായി നിറയണമേ, അഗ്നിയായി നിറയണമേ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസ വർഷത്തിൽ ഓരോ ദൈവ പൈതലും
അവരുടെ ആത്മീയ ജീവിതത്തെ ബലിഷ്ഠമാക്കാൻ അവലംബിക്കേണ്ട ഒരു മാർഗമാണ് പ്രാർത്ഥനയുടെ മാർഗം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുത്രനായ യേശു ക്രിസ്തു എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു പ്രബോധനമാണ് ചോദിക്കണം, പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതൽ വന്ന് പിതാവായ ദൈവത്തോട് ചോദിക്കണം. അതിൽ നാണം വിചാരിക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ സാത്താൻ വളരെ കൗശലപൂർവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ച് കളയുന്ന, പറിച്ചു കളയുന്ന, നിർവീര്യമാക്കി കളയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയുടെ രീതി, പ്രാർത്ഥനയിലുള്ള വിശ്വാസം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളിലൂടെ ചില ഉപദേശങ്ങൾ സാത്താൻ നൽകും. എന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് അറിയാൻ പാടില്ലേ? നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യം ദൈവത്തിന് അറിയാലോ, പിന്നെ ഞാൻ എൻ്റെ കാര്യം ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള എതിർ ചിന്തകൾ, ഇത് പ്രാർത്ഥനയിലുള്ള വിശ്വാസം നശിപ്പിക്കാൻ സാത്താൻ കൗശലപൂർവ്വം വിതയ്ക്കുന്ന കളചിന്തകളാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വേറെ ചിലർക്ക് തോന്നും, ഞാൻ എന്തിനാണ് പള്ളിയിൽ പോണത്, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ലേ, ഞാൻ എന്തിനാണ് നൊവേന ചൊല്ലുന്നത്, അത് കർത്താവിന് അറിയാലോ, പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്തിനാണ് മാതാവിനോട് കൊന്ത ചൊല്ലുന്നത്, അതെൻ്റെ കാര്യം ദൈവത്തിന് അറിയാലോ. ഇങ്ങനെ വിശുദ്ധന്മാരോടും മാതാവിനോടുള്ള ഐക്യം തകർക്കാൻ വേണ്ടിയും സാത്താൻ കൗശലപൂർവ്വം പ്രവർത്തിക്കും. നമ്മുടെ വിശ്വാസ ജീവിതം തകർക്കാൻ വേണ്ടിയുള്ള സാത്താന്റെ ഒരു കൗശലമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ ഇങ്ങനെ തോന്നും, എന്തിനിങ്ങനെ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നത്, എന്തിനെങ്ങനെ അച്ഛന്മാർ പറഞ്ഞത് കേൾക്കുന്നത്, വൈദികരെ കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വചന ശുശ്രൂഷകൾ കേൾക്കുന്നതിനെ കുറിച്ചും അവിശ്വാസം സാത്താൻ വിതയ്ക്കും, അവിശ്വാസം സാത്താൻ വിതയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഒരു ഉദ്ദേശമേ ഉള്ളൂ, നമ്മളിലുള്ള ഈ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. Praise the Lord. Praise the Lord. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിലുള്ള വിശ്വാസം മറ്റനേക വിശ്വാസങ്ങളോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതിലൊന്നാണ് പ്രാർത്ഥനയിലുള്ള വിശ്വാസം. ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു എന്ന് ഓരോരുത്തരും ഇടയ്ക്കിടയ്ക്ക് പറയണം. ഞെരുക്കം വരുമ്പോൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പത്രോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ അതിൽ 6-ാമത്തെ തിരുലിഖിതം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. Praise the Lord. Praise the Lord. Hallelujah. 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 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് നേരിട്ട് പറയാം. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. Praise the Lord. ഒരു വ്യക്തിയുടെ അനുഭവം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്.
എൻ്റെ പേര് സോനു. ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നാണ് ഞാൻ ഇത് എഴുതുന്നത്. 2011 ജൂൺ മാസത്തിലാണ് ദുബായിൽ നിന്ന് ഞാൻ കുടുംബവുമായി ഇവിടെ എത്തുന്നത്. ആദ്യത്തെ 2-3 മാസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നീട് ജോലി വളരെ ബുദ്ധിമുട്ടായി. വലിയ ടെൻഷനായിരുന്നു എനിക്ക്. ഏകദേശം 6 മാസങ്ങളായപ്പോൾ എനിക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാട്ടിൽ നിന്നും പപ്പയാണ് പറഞ്ഞത്, അഭിഷേകാഗ്നി വചന ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറെ ഒരു ജോലിക്ക് എന്നെ ദൈവം തിരഞ്ഞെടുത്തു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. പ്രാർത്ഥിക്കുമ്പോൾ വേറെ ജോലി ലഭിച്ചാൽ സാക്ഷ്യപ്പെടുത്താം എന്ന് ഞാൻ അന്ന് നേർന്നിരുന്നു. എങ്കിലും പിന്നീട് എനിക്കെന്തോ മടിയോ ചമ്മലോ ആയിരുന്നു. ജോലി മാറ്റം ലഭിച്ചതോടുകൂടി സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യം ഞാൻ മറന്നു. എൻ്റെ വിശ്വാസം വർദ്ധിച്ചു എന്നത് സത്യം തന്നെ. അതുകൊണ്ട് എല്ലാ ദിവസവും ലഞ്ച് ബ്രേക്കിന് ഓൺലൈനിൽ ഞാൻ അഭിഷേകാഗ്നി എപ്പിസോഡ് കണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വട്ടാലച്ചൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. കൂടുതൽ വിശ്വാസത്തോടെ സന്ധ്യാപ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഡിപ്പാർട്ട്മെൻറ്റ് നഷ്ടത്തിലായതിനാൽ അവർക്ക് എംപ്ലോയീസിനെ കുറയ്ക്കണമായിരുന്നു. അവരുടെ ലിസ്റ്റിൽ ഞാനും പെട്ടു. 1 മാസത്തെ നോട്ടീസ് പീരീഡ് ആയിരുന്നു അവർ എനിക്ക് തന്നത്. ആ 1 മാസം കഴിയാറായിട്ടും എനിക്ക് വേറെ ജോലിയൊന്നും ലഭിച്ചില്ല. എനിക്ക് ആകെ നിരാശയായി. ദൈവം എന്നെ വീണ്ടും പരീക്ഷിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ദുഃഖിച്ചിരുന്നപ്പോൾ എനിക്ക് അഭിഷേകാഗ്നിയിലൂടെയുള്ള വചന പ്രഘോഷണത്തിലെ ചില വചനങ്ങൾ ഓർമ്മ വന്നു. ഇസ്രായേൽ ജനം മോശയ്ക്കും ദൈവത്തിനുമെതിരായി സംസാരിക്കുന്ന ഭാഗമായിരുന്നു എനിക്ക് ഓർമ്മ വന്നത്. കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തെ കുറ്റപ്പെടുത്താതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അതിലൂടെ മനസ്സിലാക്കിയിരുന്നു. ഞാൻ അതനുസരിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു. അവിടെ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് പറ്റിയ ഒരു ഒഴിവുണ്ടെന്നും അന്ന് തന്നെ ഇൻ്റർവ്യൂവിന് ചെല്ലണമെന്നും പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ജോലി ലഭിച്ചു. പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ ജോലി അവർ എനിക്ക് വേണ്ടി പുതിയതായി തുടങ്ങിയ ഒരു പോസ്റ്റാണെന്ന്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു അഭിഷേകാഗ്നി എപ്പിസോഡ് കണ്ട് പിന്നെ ഉണർവോടെ സന്ധ്യാപ്രാർത്ഥന ചെയ്ത് എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക, അവരുടെ ജീവിതത്തിലെ പ്രയാസത്തിൽ അവരുടെ പപ്പ പറഞ്ഞു, നീ അഭിഷേകാഗ്നി കണ്ട് വചനം കേട്ട് ഉണർവോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവരവിടെ ഇരുന്ന് അതേപോലെ അനുസരിച്ച് ഉണർവോടെ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ അത്ഭുതം അവരുടെ ജീവിതത്തിലുണ്ടായി. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 24-ാമത്തെ തിരുലിഖിതം, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഒന്ന് ഏറ്റു പറയാം. മർക്കോസ് 11:24 ഏറ്റു പറയാം. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുലിഖിതം നമുക്ക് ഏറ്റു പറയാം. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 16-ാം വാക്യം, തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം അനേകം പേര് വേദനയിലും വിഷമത്തിലുമാണ്.
നിരവധി രോഗികൾ ഈ സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഓ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ നിമിഷങ്ങളിൽ ഈ സമൂഹത്തിലേക്ക് ഇടപെടണമേ പിതാവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യാക്കോബ് ശ്രീകൾ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഓരോ മകനും മകളും ഹൃദയം കൊണ്ട് പറയണം, ദൈവമേ, പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യമുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ദുരിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഇത് ബൈബിളിലെ നിർദ്ദേശമാണ്, ദുരിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഇത് ബൈബിളിലെ നിർദ്ദേശമാണ്. ഇരുകരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, യേശുവേ, പിതാവേ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ ഉണ്ടാകട്ടെ, യേശു നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ, അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ സാധ്യമായും ഈ സമൂഹം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ സംഭവിക്കട്ടെ. സ്പർശിക്കണമേ, തൊടണമേ കർത്താവേ, ഓരോ രോഗികളെ സ്പർശിക്കണമേ. ശക്തിയുടെ ആത്മാവ്, അത്ഭുതത്തിന്റെ ആത്മാവേ, ഓ നിത്യരക്ഷയുടെ ആത്മാവേ, വിശ്വാസത്തിന്റെ ആത്മാവേ, ജീവൻ നൽകുന്ന ആത്മാവേ, ജീവൻ നൽകുന്ന ആത്മാവേ, ഇടപെടണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ദാസന്മാരിൽ മേൽ നിറയണമേ. അത്ഭുതത്തിന്റെ ആത്മാവേ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 9-ാം തിരുലിഖിതം, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ പിശാചിനെ എതിർത്ത് തോൽപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ഇതാ നമ്മുടെ അരികിൽ. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി, യേശുവേ, എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഉറക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ, 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 യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അന്ധകാരികൾ തകരട്ടെ, പൈശാചികൾ അമരട്ടെ. ആരാധന യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus.